ചേട്ടാ ചായ. ചായ. ഞാൻ എത്ര പ്രാവശ്യം ചായ ചായ എന്ന് പറയുന്നു, ചേട്ടൻ കേക്കണ്ടേ? ഇത് എത്ര നാള് പോവും അറിയില്ല. ഇതിനൊരു അവസാനം ഇല്ലേ? ഇനി നമ്മൾ കാഴ്ചക്കാരിൽ തീരുമാനിക്കണം. അതിന് ചാനലുണ്ട്, ഡയറക്ടറും റൈറ്ററും ഉണ്ട്, അവര് തീരുമാനിക്കും. സീരിയലിന്റെ കാര്യമല്ല ചേട്ടാ, നമ്മുടെ മോളുടെ കാര്യത്തിൽ നാളത്തേക്ക് വല്ലതും വേണ്ടേ? എന്തിനാ ഇപ്പൊ പരിഭവം? പഠിക്കല്ലേ, 5ാം ക്ലാസ്സിൽ പഠിക്കല്ലേ? അതല്ലെന്ന്, അവൾക്ക് എന്തെങ്കിലും ഭാവിയിലേക്ക് സമ്പാദ്യം എന്തെങ്കിലും വേണ്ടേ? എടി നമുക്കുള്ളതല്ല അവക്കുള്ളതല്ലേ, പിന്നെ ഇത്ര സംശയം? അതിന് നമ്മക്ക് എന്തോ ഉണ്ട്. ഈ വീടും പറമ്പും എല്ലാം നോക്കുള്ളതല്ലേ, പിന്നെന്താ? അത് അച്ഛന്റെ പേരിലല്ലേ? എടി പൊട്ടി, അച്ഛന്റെ കാലശേഷം എനിക്കുള്ളതല്ലേ, എനിക്കുള്ളത് മോൾക്കുള്ളതല്ലേ, പിന്നെ ഇത്ര സംശയം ഒന്ന്? അച്ഛന് മുമ്പ് നിങ്ങളാ പോണെച്ചെങ്കിലോ? ദേ പാരയുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയും ഇല്ല ചേട്ടാ. പ്ലാവേന്ന് ചക്ക കൊഴിയുന്ന പോലെയാണ് ഓരോരുത്തർ മരിച്ചുകൊണ്ടിരിക്കണത്. ഈ മാസം തന്നെ എന്തോരം മരണങ്ങളാ. നിർത്തേ, നീ ചക്ക വിടും, വേറെ നീ പറയും. എന്നാ സിസിയുടെ കാര്യം പറയാം. ആ സിസിയുടെ ഭർത്താവ് ഉണ്ടല്ലോ, നല്ല പൂർണ്ണ ആരോഗ്യവാനായിരുന്നു, പയറുമണി പോലെ ഇറങ്ങി നടന്ന മനുഷ്യനാ. അയാള് വീണ് മരിച്ചാ, കുഴഞ്ഞു മരിച്ച അയാള്. നിനക്ക് വേറൊന്നും പറയാല്ലോ, നിനക്ക് നീ ചക്ക പിടിക്ക്. അതന്നെയാ പറഞ്ഞേ, ആരുടെ കാര്യത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല, ചക്ക കൊഴിയുന്ന പോലെ കൊഴിയണേ. നിർത്തിയേ, നിനക്ക് എന്താ വേണ്ട ഇപ്പൊ? എനിക്ക് എന്റെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. കൊച്ചു പഠിക്കല്ലേ, എന്ത് തീരുമാനം ഉദ്ദേശിക്കുന്നത്? എനിക്ക് അവളുടെ കല്യാണത്തെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ കല്യാണത്തെ കുറിച്ച് ഇപ്പൊ എന്ത് പറയാനാടി? പെൺകുട്ടിയോള് ദാതാന്ന് പറയുമ്പോഴേക്കും വളരും. നീ എന്താ ദാതാന്ന് പറഞ്ഞോണ്ടിരിക്കണത്? മനുഷ്യന്റെ ഒരു കാര്യം അതല്ല. ഇപ്പഴേ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാലാണ് ആ മക്കള് വലുതാകുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ചേട്ടാ. നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്ക്, ഈ TV കണ്ടോണ്ടിരിക്കാണ്ട്. എടി മോള് പഠിക്കുകയാണ്, അവക്ക് പ്രായമാകുമ്പോ സ്വാഭാവികമായിട്ടും അവക്കൊരു ആലോചന വരും. നമ്മൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചിട്ട് ആ കല്യാണം നടത്തും, അത് സ്വാഭാവികം. ഇപ്പോഴത്തെ പെൺകുട്ടികളാണ്, നാളെ ഏതെങ്കിലും അലവലാതിയുടെ കൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് നിന്റെ കുടുംബമഹിമ, എന്റെ സംസ്കാരം അതല്ല. ഞങ്ങൾ തറവാട്ടുകാരാണ് കേട്ടാ. ആ കളി ഇങ്ങോട്ട് പറയണ്ട. അതാരാ നോക്കേട്ടാ? ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും കേൾക്കൂലെന്ന് വെച്ചാൽ എന്തോ ചെയ്യുമെന്ന് പറ. അച്ഛാ, പൊതുപ്രവർത്തനമൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് വീണ്ടും പാർട്ടി ചേർന്ന ഇലക്ഷൻ വെക്കാൻ പോകണം. എവിടെയായിരുന്നു സ്വീകരണം? അല്ല, എന്തതിനൊക്കെ ഉദ്ദേശം, എന്തതിന്റെ അർത്ഥം? നീ ചോദിച്ച 2 ചോദ്യത്തിനും ഒരർത്ഥമുള്ളൂ. എന്തോന്ന്? വിവാഹം. എന്തോന്ന്? അയ്യോ, വിവാഹം എന്ന് കേട്ടിട്ടില്ലല്ലേ? ഒരു 10 വർഷം ബാക്കിലേക്ക് പോകണം. മുമ്പ് നിന്നെ കെട്ടിച്ച് തന്നില്ലെങ്കിൽ കെട്ടിത്തൂങ്ങിച്ചാവെന്ന് പറഞ്ഞ് കയറും പിടിച്ചോണ്ടൊരു നിപ്പ് നിന്നായിരുന്നു, കാലന്റെ വാരി. അതൊന്ന് നിപ്പ ഒന്ന് ഓർക്കണം. അതുകൊട്ടെ, അത് വിട്ടേക്ക്. അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരും കൂടി കട്ടപ്പനയിൽ നിന്റെ വീട്ടിൽ വന്ന് അന്വേഷിച്ചപ്പം അപ്പനവിടെ ഇല്ല. ഷാപ്പിൽ ചെന്ന് അവിടെ ഇരുന്നാണ് ഈ കല്യാണം ഉറപ്പിച്ചത്. 10 രൂപ നയാ പൈസ സ്ത്രീധനം പോലും മേടിക്കാതെ ഇവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചു. അതിനാണ് പറയുന്നത് വിവാഹം. മലയാളത്തിൽ പറഞ്ഞാൽ മാരേജ്. നിങ്ങൾ എന്തോ കുന്തം മെഴുകി നിക്ക മനുഷ്യ, അങ്ങോട്ട് ചോദിക്ക അച്ഛനോട്. അതെ, എന്താ അതിന്റെ ഉദ്ദേശം, എന്താ അതിന്റെ അർത്ഥം? റിപ്പീറ്റേഷൻ ഉണ്ട് കേട്ടോ ഈ ചോദ്യത്തിൽ. അവള് ചോദിച്ച അതേ ചോദ്യം നീയും ചോദിച്ചത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അച്ഛാ, അച്ഛൻ എന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചോ? പിന്നെ നിനക്കെന്നാ ഭാവിയുള്ള? എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചോ? നിന്റെ മോളുടെ ഭാവിയെ കുറിച്ച് നീ ചിന്തിക്കണം. അതും പോട്ടെ, എന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിച്ചോ? അതൊക്കെ തെറ്റല്ലേ മോനെ? ഈ സമൂഹത്തിൽ എനിക്കൊരു നിലയും വിലയുണ്ട്. ഞാൻ പുറത്തേക്ക് ആൾക്കാരെ കളിയാക്കില്ലേ? അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? ഇത്ര പ്രായമായിട്ട് ഈ തോന്നുന്ന ദിവസം കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭാവിയില്ലേ, ഞങ്ങൾക്കൊരു ചിന്തയില്ലേ, മര്യാദയില്ലേ? പോക്കുന്ന കളിച്ചു വന്നേക്കണം. എന്റെ അടിമുടി ഞാൻ വിറച്ചു വെക്കാണ്. എന്താ മുൻചാന മുട്ടിപ്പോയാ? നമ്മുടെ പേരെന്താ? അച്ഛനാണ്, ഓർമ്മ വേണം. വാടി, ഇവിടെ വിളക്കൊന്നും എടുത്തു തരാൻ ആരും ഉണ്ടാവില്ല. നീയാണ് ഇനി ഈ വീട്ടിലെ വിളക്ക്. ഇതൊക്കെ പഴഞ്ഞ ടീമുകളാണേ. വഴി മാറ. വാടി. എന്തോന്നാ ചേട്ടാ അത്?
ചെന്ന് ചോദിക്കും അങ്ങോട്ട്. നീ വന്നിങ്ങട് എന്ത് ചോദിക്കാനാണ്? ഒലയ്ക്ക് മുഴുങ്ങിയതും കാടിവെള്ളം ഉണ്ടോന്ന് സ്വന്തം അച്ഛനോട് ചെന്ന് ചോദിക്കും. അച്ഛ പോണ് നാളെ 4 ആളുടെ മുമ്പിൽ ഇറങ്ങി നടക്കണോ നമുക്ക്? ഇമാതിരി അക്രമം കാണിച്ചു കഴിഞ്ഞ് നടക്കാൻ പറ്റുമോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ എന്റെ വീട്ടിൽ പോവാണ്. മായ ഞാൻ അച്ഛാ അച്ഛാ ഒരാളെ ഇങ്ങനെ അവളോട് വീട്ടിലേക്ക് പോകണം. വണ്ടിക്കൂലില്ല വേണോ? അതെ, അച്ഛൻ്റെ ഉദ്ദേശം എന്താണ്? എന്താ ഇതിന്റെ അർത്ഥം? ദേ പിന്നെ റിപ്പീറ്റേഷൻ. നിനക്ക് സ്വന്തമായിട്ട് ഡയലോഗൊന്നുമില്ലേ? അവക്കടെ വാക്കും കേട്ട് കിടന്നങ്ങ് തുള്ളുവാണോ നീ? അച്ഛൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി മുതൽ ഇന്ന് മുതൽ ഈ കേറി വന്ന ഇവരാണോ ഞാനാണോ ഈ വീട്ടിൽ നിൽക്കേണ്ടതെന്ന്, ഇല്ല ഇത് ആരാണ് ഇറങ്ങേണ്ടതെന്ന് അച്ഛൻ തീരുമാനിച്ചു. കഷ്ടപ്പാണല്ലോ. ദാ മോനെ മോനെ ദാ എടാ, നീ എൻ്റെ ചോരയാ. എനിക്ക് നിന്നോട് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പം അതുകൊണ്ട് നീ അറിഞ്ഞു കേട്ടൊന്ന് ഇറങ്ങി തരാവോ? തരാവോ? ഓഹോ, അപ്പൊ അവരാണ് വലുത്. അതെ അതെ അതെ. അപ്പൊ എന്നെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഇല്ല, നിന്നെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഞാൻ ആരുമല്ല, നീ എന്റെ മോളാരുമല്ല, എന്റെ ഭാര്യ ഒന്നുമല്ല. ഒന്നുമല്ല. ഇന്നലെ കേറി വന്ന അവരാണ് അച്ഛന് വലുത്. ഇന്നലെ കയറി വന്ന അവരാന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അത് ഇന്നലെ കണ്ട സ്ത്രീയല്ല. പിന്നെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി കണ്ട് സ്നേഹിച്ച പെണ്ണാവള്. അവളെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്തോ ഒരു ഇടി കൊണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? അവളുടെ അപ്പന്റെ ആങ്ങളമാരുടെ കയ്യിൽ നിന്ന് ചോര വരെ തുപ്പിയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് അവളെ കിട്ടിയത്. കാലം എന്റെ മുമ്പിൽ കൂടെ നിർത്തിച്ചു. അത് ചവിട്ടിന്റെ മുകളിലല്ലേ. ഇനി അവക്കടൊപ്പം സുഖമായിട്ട് ശിഷ്ടകാലം ജീവിക്കണം. അതിന് ആരും തടസ്സം നിൽക്കണ്ട. നിന്നാ ഞാനിവിടെ സമ്മതിക്കുകയില്ല. ശരി അച്ഛാ. മായ മോ ഞാൻ അവളെ വിളിച്ചേ. ഓടി വന്ന് മോളെ പാലുണ്ടോ? പാല് എന്തിനാണോ ഇപ്പൊ പാല്? ഏട്ടന് 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 പാലൊന്നുമില്ല. ഇവിടെ കൊച്ചിന് കൊടുക്കാനുള്ള പാലേ ഉള്ളൂ. അപ്പൊ ഇത് പാലല്ലേ? ഇത് പാല എന്റെ കൊച്ചിന് കൊടുക്കാനാ. ഇതെന്റെ കൊച്ചിന് കൊടുക്കാനുള്ളതാണെന്ന്. ദിവസത്തേക്ക് കൊച്ചു കുടിക്കണ്ട. ചൂടുണ്ടോ മോളെ? അതെ. അതിനെന്താ മോള് ചൂടാവണമെന്നില്ല, പാലിന് ചൂടുണ്ടോന്നല്ലേ ചോദിച്ചേ. പിന്നെ ആപ്പിളും മുന്തിരി വല്ലതുണ്ടോ? അയ്യോ, പറമ്പില് നിക്കുക, പൊട്ടിച്ചിട്ട് അണ്ണാക്കിലേക്ക് തള്ളി തരാം. മോശക്കാരി, ഇന്ന് എനിക്ക് ചിരിക്കാനേ നേരമുണ്ടാവും. ചിരിപ്പിച്ചേരാട്ടാ, ഞാൻ ചിരിപ്പിച്ചേരാം. എന്റെ കൊച്ചിന് കൊടുക്കാനുള്ള പാലാണ് ആ കള്ള കിളവെടുത്ത് കൊണ്ടുപോകുന്നത്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഏട്ടൻ എന്താ കുപ്പി മണത്ത് നോക്കുന്നേ? ആ കുപ്പി കൊടുത്ത് നോക്കിയതല്ല, ഈ മരുന്നിന്റെ പേര് വായിച്ചു നോക്കിയതാ. മരുന്ന് തീരാറായി. ആണോ? ഇതന്നെ കയ്യില് ഏട്ടന് പാല്. പാലോ? പാല് കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസ് കയറുമെന്നുള്ളവർ നിനക്കറിയാൻ പാടില്ലേ? അയ്യോ, ഞാനത് മറന്നു. നീ ഇനി വന്നേ, ഇവിടെ ഇരുന്നേ. മുത്തേ, ഇങ്ങനെ ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ നമുക്ക് ഒന്നിക്കാൻ പറ്റിയില്ല. രണ്ടാം പകുതിയിൽ നമുക്ക് ഒന്നിക്കാൻ പറ്റി. ഇനി നമുക്ക് സുഖമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കണം. എൻ്റെ വാവയ്ക്ക് ഹണിമൂൺ എവിടെ പോകാനാണ് ഇഷ്ടം? എനിക്ക് ഹരിദ്വാറിൽ പോകാനാണ് ഇഷ്ടം. അതിലും നല്ലത് നമുക്ക് പളനി ചെന്ന് തല മുട്ടയടിച്ചിട്ട് നമ്മുടെ ജൂനിയർ മാൻഡ്രേക്ക് പോണാരി നേരെ തെങ്കാശി, കാശി രാമേശ്വരം, മധുര മീനാക്ഷി ഇവിടെയൊക്കെ കറങ്ങി നേരെ ഗംഗയിൽ പോയി അങ്ങ് മുങ്ങുമല്ലേ നല്ലത്. നല്ല കാര്യം, അങ്ങനെ തന്നെ. പിന്നെ എനിക്ക് ചേട്ടൻ ഒരു സാധനം തരാനുണ്ട്. എന്ത്?
ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് തരണ്ടേ? എന്നിട്ട് എല്ലാ ദിവസവും ഇത് വിടർത്തിയിട്ടിട്ട് നോക്കി വായിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമില്ല. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം കിട്ടില്ല. മരുന്നിന്റെ ചീട്ട് നോക്കി വെക്കുമ്പോ എന്ത് സുഖാട്ടാ കിട്ടുന്നത്. മരുന്നിന്റെ കിട്ടായിരുന്നു. ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയും രോഗമോ? രോഗത്തിന്റെ കാര്യത്തിലും നമ്മൾ ഒന്നാണല്ലോ. പിന്നെ മോളെ, മുത്തിന് വന്നപ്പോൾ ചില പേടികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായല്ലോ. ഇനി എൻ്റെ മുത്തിന് യാതൊരുവിധ ശല്യം ഈ വീട്ടിലുണ്ടാവില്ല. നിങ്ങളെ കല്യാണം കഴിച്ച പോയിക്കൊണ്ട് എനിക്ക് സമാധാനം എന്താന്ന് ഞാൻ എടി, അറിഞ്ഞിട്ടില്ല. നീ എന്ന് ഈ വീട്ടിൽ കാല് കുത്തിയോ അന്ന് എന്റെ ജീവിതം തലഞ്ഞു. അയ്യോ, ഈ വീടിന്റെ മഹിമയൊന്നും പറയണ്ട. 70 വയസ്സായവരായ നിങ്ങളുടെ തന്ത ഒരു പെണ്ണിനെയും കൊണ്ട് വന്നില്ലേ, അതോടുകൂടി നിങ്ങളുടെ കുടുംബം പിന്നെ നിന്റെ ഒരു പിന്നെ എന്താ പേടിച്ചു. അവനെന്തേടി? ഇതെന്താടാ അത്? എന്നെ തല്ലേ ഞാൻ തല്ലും. അങ്ങോട്ട് കിട്ടിയല്ലേ? നിങ്ങൾ തല്ലുവോ കൊല്ലുവോ ചെവി കടിച്ചു പറക്കോ എന്തു വേണേലും ചെയ്യും. ഇങ്ങടെ ഒരു പെണ്ണ് അന്യ വീട്ടിൽ നിന്ന് വന്ന് കിടക്കുക. അവിടെ ഒരു പെൺകൊച്ച് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അന്ന് തന്നെ അതിനെ പറഞ്ഞു വിടുവോ? നീ എന്തിനാണ് അവളെ നോക്കണേ? ഞാനല്ലേ പറഞ്ഞേ പറഞ്ഞു വിടുവന്നേ. ഇതിന്റെ വിഷമം നിനക്ക് മനസ്സിലാവണമെങ്കില ഇവളെങ്ങാനും തട്ടിപ്പോയിട്ട് നീ വേറൊരു കല്യാണം കഴിച്ചിട്ട് ഫസ്റ്റ് നൈറ്റിന് വേണ്ടി അകത്ത് കയറി നിൽക്കുമ്പോഴേ നിന്റെ മൂത്ത മോൻ വന്ന് ഈ വാതലിന് മാന്തുമ്പോഴാണ് നിനക്ക് ഇതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കാം. എന്ത്? അതായത് ഇത്രയും നാള് അച്ഛനെ പൊന്നു നോക്കിയത് പൊന്നു. എന്റെ പൊന്നു മോനെ, നീ ഇനി എന്നെ പൊന്നു പോലെ നോക്കണ്ട. എന്റെ മുത്തു നോക്കിക്കോളൂ. മുത്തു? ഏത് മുത്തു? മുത്തു അല്ലടാ, ഞാൻ കല്യാണം കഴിച്ച എന്റെ മുത്തില്ലേ, അവള് നോക്കിക്കോളൂന്ന്. ഇനി സഹായമൊന്നും പറഞ്ഞ എന്റെ പുറകെ എങ്ങാനും നിന്നെ കണ്ട കാല് ഞാൻ തല്ലുപിടിക്കും. കാല് കേട്ടോ പറഞ്ഞത്? നീ എന്തിനാ എന്തും പറയുമ്പോ അവളെ നോക്കണ എന്തിനാ? നീ ഞാനല്ലേ പറയണത്. ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നോ, ഇല്ലെങ്കിൽ ഇറങ്ങിക്കോണം. കുറുവാസംഘം നടക്കാൻ രാത്രി തെക്ക് വടക്ക് നടക്കേണ്ടി വരും. പറഞ്ഞോ, നിൽക്കുവാണോ അതോ പോവാണോ? എന്താ ചെയ്യണേന്ന് പറയാ. അയ്യോ എന്റെ മുത്തേ ഉറങ്ങിയോ? ഹലോ, അയ്യോ മക്കളെ, മക്കളെ കഥ തുറക്ക്. മക്കളെ, മക്കളെ കഥ തുറക്ക്. മക്കളെ, മോനെ ദേ അച്ഛന് സുഖമില്ലടാ. അച്ഛന് ശ്വാസം കിട്ടാതെ വിഷമിക്കണ്ട. ഒന്ന് വാടാ. ഒന്ന് അച്ഛന് ശ്വാസം കിട്ടാതെ വിഷമിക്കാടാ. വാടാ, ഒന്ന് വാടാ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. രാത്രി അച്ഛനെന്താ പറഞ്ഞെന്നറിയാം? ഒരു സഹായത്തിനും ഇനി അങ്ങോട്ട് വരരുത്. നീ അഥവാ വന്ന കാലിന്റെ മുട്ടുകാല് തെല്ലുപിടിക്കുമെന്ന് പറഞ്ഞേക്കണം. ഒന്നും പറയില്ലേ മക്കളെ. അയ്യോ, എല്ലാ കാര്യങ്ങളും മുത്തു നോക്കുന്ന അച്ഛൻ പറഞ്ഞു. പറയില്ല മക്കളെ. അച്ഛന് തീരെ ശ്വാസം കിട്ടുന്നില്ലടാ. അയ്യാടാ, അച്ഛന് തീരെ ശ്വാസം കിട്ടണില്ലെങ്കിലേ മുത്ത് അവിടെ ഇരുന്നിട്ട് കൃത്രിമ ശ്വാസം കൊടുത്തേച്ചാ മതി. അല്ല പിന്നെ